السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر إن شانئك هو الأبتر. قال الله عز وجل وقال سيدنا ونبينا محمد صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. صدق رسول الله محمد ذكره روح لأنفسنا محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ അഹ്ലുബൈത്തിനെ ഓർത്തുകൊണ്ട് അഹ്ലുബൈത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ മജ്ലിസുമായി സഹകരിക്കുന്നവരിൽ നിന്നും പ്രത്യേകിച്ച് ഈ സദാത്തുകൾ ജമലുലൈലി സദാത്തുക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന സദാത്തുക്കൾ അടക്കം എല്ലാവരുടെയും ഹദറാത്തിലേക്ക് ഇതിന്റെ മിസ്ല് സവാബെത്തിച്ച് ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലേക്ക് നേർച്ചകൾ നൽകിയവർ, ദുആ വസിയത്ത് ചെയ്തവർ, ഇതിനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാവർക്കും ഈ മജ്ലിസിലെ സാദാത്തുക്കൾ, ആലിമീങ്ങൾ, നല്ല ഈമാനുള്ള ഉപ്പ ഉമ്മമാർ, പിഞ്ചു മക്കൾ, അവരൊക്കെ ബറക്കത്ത് കൊണ്ട് പ്രത്യേകം സലാമത്ത് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കായ വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളെയും നമ്മൾക്ക് മനസ്സിലാക്കാനോ കണ്ടെത്താനോ അനുഭവിക്കാനോ കഴിയാത്ത അത്രയും കോടിക്കണക്കായ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. എല്ലാ വസ്തുക്കളിൽ നിന്നും പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു തആല തെരഞ്ഞെടുത്ത് വലിയ മഹത്വം നൽകിയ വിഭാഗമാണ് മനുഷ്യർ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം.
മനുഷ്യനാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്വമുള്ള വിഭാഗം. മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ വലിയ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മായിട്ട് പറഞ്ഞതാണ് അർ-റഹ്മാൻ. അർ-റഹ്മാൻ എന്ന പേരിലുള്ള ഖുർആനിലുള്ള അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നുണ്ട് അർ-റഹ്മാൻ. റഹ്മാനാണ് അല്ലാഹു സുബ്ഹാനഹു തആല. ആ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മനുഷ്യന് വേണ്ടത് മുഴുവനും അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഈ ഭൂമിയെ വൽ അർള വലഅഹാ ലിൽ അനാം, ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എത്ര മനോഹരമായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. നമ്മൾക്ക് ആവശ്യമായ മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ സൂര്യനും ചന്ദ്രനും ജലസ്രോതസ്സുകളും മരങ്ങളും പൂവും കായ്കളും മനുഷ്യന്റെ സമാധാനം ലഭിക്കുന്ന പക്ഷികളും പറവകളും എത്ര മനോഹരമായിട്ടാണ് ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. വൽ അർള വലഅഹാ ലിൽ അനാം. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ദൗത്യം എന്താണെന്നറിയോ? ഈ ഭൂമി മനുഷ്യൻ വേണ്ടതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു ഭൂമിയിലെ മണ്ണ് സംവിധാനിച്ചത്. ഇവിടെ ഈ മഞ്ചേശ്വരം ഭാഗത്ത് വന്നപ്പോ ഒരുപാട് കർഷകന്മാരെ കണ്ടു. എന്തേ കൃഷി എന്ന് പറയുന്നത്? ആ ഭൂമിക്ക് അനുയോജ്യമായ കൃഷി ഓരോ ഭാഗത്തും അല്ലാഹു നൽകുകയാണ്. ഓരോ നാടിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള കൃഷിയാണ്. എല്ലാറ്റിനും പറ്റുന്ന രൂപത്തിൽ മണ്ണിനെ സംവിധാനിച്ചത് മനുഷ്യരല്ല, എല്ലാം അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ദൗത്യം എന്താണെന്നറിയോ? ഈ ഭൂമിയിൽ നിന്ന്, ആകാശത്തിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന്, മരങ്ങളിൽ നിന്ന്, എല്ലാ ജീവികളിൽ നിന്നും അവന്റെ ഖൽബ് പോവേണ്ടത് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിക്കണം. എന്റെ മുഅ്മിനീകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്തിനാണ് അഹ്ലുബൈത്തിന്റെ ഓർമ്മക്ക് വേണ്ടി ഇങ്ങനെ എല്ലാ വർഷവും ഉറൂസ് സംഘടിപ്പിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ എത്ര ഉറൂസുകളാ നടക്കുന്നത്? എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിലേക്ക് അല്ലാഹു മനുഷ്യരെ അയച്ചപ്പോ ആ മനുഷ്യരിൽ ചിലർക്ക് അല്ലാഹു വലിയ സ്ഥാനം കൊടുത്തു. അതിലേറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നവരാണ് അൽ അംബിയാ. അംബിയാ വലിയ സ്ഥാനമുള്ളവരാണ്. നബിയുല്ലാഹി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അംബിയാഇന്റെ കൂട്ടത്തിലെ ഉന്നത സ്ഥാനത്തുള്ള പ്രവാചകനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ മഹത്വങ്ങൾ നൽകി ആദരിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിച്ചത് എന്താണെന്നറിയുമോ സുഹൃത്തുക്കളെ? നമ്മളൊക്കെ അത്തഹിയ്യാത്ത് ഓതിയിട്ട് സ്വലാത്ത് ചൊല്ലുമ്പോ
കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം. എന്തേ ലക്ഷക്കണക്കിന് അംബിയ ഉണ്ടായിട്ട് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നീ ഗുണം ചെയ്തതുപോലെ അല്ലാഹുവിന്റെ ഹബീബിന് ഗുണം ചെയ്യണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യുന്നില്ലേ? കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് നീ ഗുണം ചെയ്തതുപോലെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് നീ ഗുണം ചെയ്യണേ അല്ലാഹ്. നമ്മുടെ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് ഏറ്റവും അഫ്ളലായ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി എന്നുള്ള വചനം ഇറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫ നുസല്ലി, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന് നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ ആ സ്വലാത്ത് അവിടുന്ന് ചൊല്ലിക്കൊടുത്തു, ഇബ്രാഹിമിയ സ്വലാത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ എന്തുകൊണ്ടാ പരാമർശിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹ് റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, പടച്ചവനെ നീ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ എന്നാ പറഞ്ഞത്, നിസ്കരിക്കുന്നവനാക്കണേ എന്നല്ല പറഞ്ഞത്. റബ്ബി ജഅൽനി മിനൽ മുസല്ലീൻ എന്ന് ദുആർന്നാൽ എത്ര എളുപ്പമായിരുന്നു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് റബ്ബി ജഅൽനി മുഖീമസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണം. അവിടെ നിർത്തിയില്ല, വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളും നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഈ സദസ് അഹ്ലുബൈത്തിനെ മുൻനിർത്തിയിട്ട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾക്ക് അഹ്ലുബൈത്തിനോട് സ്നേഹമുണ്ടോ? ഒരൊറ്റ വഖ്ത് നിസ്കാരവും നിങ്ങൾ ഖളാ ചെയ്യൂല. കാരണം അഹ്ലുബൈത്ത് സാദാത്തുക്കൾക്ക് വേണ്ടി ഏറ്റവും വലിയ ദുആ നടക്കുന്ന ഇബാദത്ത് നിസ്കാരമാണ്. കമാ സ്വല്ലൈത അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന ആധികാരികമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിന് ഗുണം ചെയ്യണമെന്ന് റബ്ബിനോട് പറയാനുള്ള അവസരം ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾ അഹ്ലുബൈത്തിനോട് സ്നേഹമുള്ളവരാവുകയുള്ളൂ. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതിന്റെ ഫലം എന്താണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് സർവ്വ അംബിയാക്കളും വന്നത്. ഇബ്രാഹിം നബിയുടെ ഒരു മകനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ആ ഇസ്ഹാഖ് നബിയുടെ അടുത്ത മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ഇസ്രായേൽ സമൂഹത്തിലാണ് 10,000 അമ്പിയാക്കൾ വന്നിട്ടുള്ളത്. എല്ലാ നബിമാരും നിസ്കരിച്ചിരുന്നു.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ മകൻ ഹാജർ റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിൽ വന്ന ആളാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പരിശുദ്ധ റജബിൽ നിസ്കാരത്തിന്റെ സമ്പൂർണമായ മേധാവിയായിട്ട് 50 വഖ്ത് നിസ്കാരം വാങ്ങിക്കൊണ്ടുവന്നു. 50 വഖ്ത് നിസ്കാരം വാങ്ങിക്കൊണ്ടുവന്ന് ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കാരത്തിലുടനീളം ഖിയാമത്ത് നാൾ വരെ ആ അംബിയാഇന്റെ അഹ്ലു ബൈത്താകുന്ന പരമ്പരകൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കി. അതുകൊണ്ട് നമ്മൾ എത്ര വലിയ ആശിഖീങ്ങളാണെങ്കിലും മാദിഹീങ്ങളാണെങ്കിലും എന്തിന്റെ ആളാണെങ്കിലും നിസ്കാരമുണ്ടോ, നിസ്കാരം നിലനിർത്തുന്നുണ്ടോ എന്നതാണ് എല്ലാറ്റിന്റെയും മാനദണ്ഡമെന്ന് മനസ്സിലാക്കണേ. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നിസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞെടുത്ത് മുഴുവനും പറഞ്ഞത് അല്ലദീന യുഖീമൂന സ്വലാത്ത, നിസ്കാരം നിലനിർത്തുന്ന ആളുകൾ. മുഖീമുസ് സ്വലാത്ത്, അൽ ഖായിമീന, അൽ മുഖീമീന എന്ന വ്യത്യസ്ത പ്രയോഗങ്ങൾ. എന്താ അതിന്റെ കാരണം? ഇമാമിങ്ങൾ പറയാ, എപ്പോഴെങ്കിലും ഒക്കെ നിസ്കരിക്കുന്ന ആളെ പറ്റിയല്ല പറഞ്ഞത്. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്ന ആളെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് എന്താ? വൈലുൽ ലിൽ മുസല്ലി. തോന്നുന്ന സമയത്ത് നിസ്കരിക്കുന്ന ആളുകൾക്കുള്ളത് വൈലെന്ന നരകം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതേസമയം സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചിന്തിക്കണം, പടച്ചവനെ ഇന്നത്തെ സുബ്ഹ് ഞാൻ നിസ്കരിച്ചു, അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ളുഹർ നിസ്കാരം എനിക്ക് എവിടെ നിന്നാണ് അതിനുള്ള അവസരം കിട്ടുക? ജോലിക്ക് പോകുന്ന ആളുകൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരല്പസമയം വിശ്രമത്തിന് നിൽക്കുമ്പോ ആ സമയത്ത് വുളു എടുത്ത് ഫ്രണ്ട്സിനോടൊപ്പം ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ തന്നെ ജമാഅത്തായിട്ട് നിസ്കരിക്കണോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് യുദ്ധമുഖത്ത് പോലും നിസ്കാരം മാറ്റിയില്ലെന്നു മാത്രമല്ല, ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന രൂപം സ്വഹാബത്തിനെ പഠിപ്പിച്ചു. ജമാഅത്തായിട്ട് പോലും യുദ്ധമുഖത്ത് നിസ്കരിക്കാൻ പഠിപ്പിച്ചു. മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശരീരത്തിലേക്ക് ക്രൂരമായ അക്രമം അടിച്ചുവിട്ട ത്വായിഫിലുള്ള തന്റെ നാട്ടുകാരെ, കുടുംബക്കാരെ നശിപ്പിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം പർവ്വതവുമായിട്ട് വന്നപ്പോ ജിബ്രീലിനോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നബിതങ്ങളെ സമ്മതമുണ്ടെങ്കിൽ ഈ പർവ്വതം നാട്ടുകാരുടെ മുകളിലേക്ക് മറിച്ചിടാൻ. ആ സമയത്ത് മുത്തുനബിതങ്ങളെ വാക്കെന്താണെന്നറിയോ? അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. എന്റെ ഖൗമ പാവങ്ങളാണ്, പടച്ചവനെ അവർക്ക് നീ മാപ്പ് നൽകണമെന്ന് ദുആ ചെയ്ത നേതാവാണ് മുത്തുനബിതങ്ങള്. ഉഹദിന്റെ രണാങ്കണത്തിൽ മുൻപല്ല് പൊട്ടിയിട്ടു പോലും അവിടുന്ന് ശത്രുവിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ആ ഹബീബായ തങ്ങൾ ഒരു വലിയ ദുആ നടത്തിയത് എപ്പോഴാണെന്നറിയോ? ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മനുഷ്യന്മാരുടെ വാർത്ത കേട്ടപ്പോ നബിതങ്ങളെ ഖൽബ് പൊട്ടിയിട്ട് പറഞ്ഞു, മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ. അല്ലാഹു തആല അവരുടെ വീടും അവരുടെ ഖബറും അഗ്നി കൊണ്ട് നീ നിറക്കണേ അല്ലാഹ്. നബിതങ്ങളെ ഖൽബ് പൊട്ടിയത് നിസ്കാരം ഉപേക്ഷിച്ചപ്പോഴാണ്. മുഅ്മിനീങ്ങളെ, എല്ലാ വിഷയത്തിലും
നമ്മൾ ചിലപ്പോ മുന്നിലായിരിക്കും. നിസ്കാരത്തിന്റെ കാര്യം ചോദിച്ചാൽ നല്ല സജീവമായി പ്രവർത്തിക്കുന്ന ആളാ. സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോയച്ചാൽ പിന്നെ ഓന ആ പ്രവർത്തനത്തിനും മറുപടിക്കൊന്നും ഓനെ കാണൂല. അത് എന്റെ വീടിന്റെ കുറെ ദൂരത്താ പള്ളി. എന്റെ വീട്ടിൽ നിന്ന് നടക്കാനല്ല, കുറച്ച് വണ്ടിമ പോയാലും എത്തൂല. ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് സുബ്ഹ് നിസ്കാരം ഖളാ ആക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് അത് വലിയ അപകടത്തിന്റെ സൂചനയാണ്. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക എന്ന സ്വഭാവത്തിൽ ഒറ്റ വഖത്ത് നിസ്കാരം പോലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൂടാ. ഒരു വക്ത് പോലും ഖളാ ആയി പോകുന്നത് ഖൽബിൽ പേടിയുണ്ടാവണം. അത് ജമാഅത്തായി നിസ്കരിക്കാനുള്ള ബോധമുണ്ടാവണം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തവര് വേറെ എല്ലാറ്റിലും ശ്രദ്ധയുണ്ടായിട്ട് കാര്യമില്ല. ഏറ്റവും അടിസ്ഥാനപരമായ വിഷയത്തിൽ നിന്ന് തെറിച്ചു പോയാൽ ബാക്കിയുള്ളതിലൊന്നും ബറക്കത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഫർള് നിസ്കാരങ്ങൾ ഒരു വഖത്ത് പോലും ഖളാ ആവില്ലെന്ന് ഉറപ്പുവരുത്തണേ. റജബ് മാസത്തിന്റെ 27 മിഅ്റാജിന്റെ നിമിഷത്തില് അല്ലാഹുവിന്റെ ഹബീബിന് 50 വഖത്ത് കിട്ടിയപ്പോ അഖിമിസ് സ്വലാത്ത ലിസിക്രി, അല്ലാഹുവിനെ ഓർക്കാനുള്ള നിസ്കാരം 50 വഖത്ത് കിട്ടിയപ്പോ മുത്തുനബി തങ്ങൾ വലിയ ഇഷ്ടത്തോടെ വലിയ സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം 51 കുറച്ചു വരാൻ വേണ്ടി പറഞ്ഞില്ലേ? അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ മടിച്ചുകൊണ്ടാണ് റബ്ബിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ 9 തവണ മടങ്ങിയിട്ട് 5 വഖത്തായിട്ട് ചുരുക്കിയ നിസ്കാരമുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ടൈം ഷെഡ്യൂളിന് പോലും ആവശ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ കൃത്യമായ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ സുബ്ഹിന്റെ വാങ്ക് 5:30 ആണ്. ആ സമയത്തിന്റെ മുമ്പ് തന്നെ എഴുന്നേറ്റുകൊണ്ട് സുബ്ഹ് നിസ്കാരം കൃത്യമായി ചെറുപ്പക്കാര്, യുവാക്കളും പ്രവർത്തകന്മാരും പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കുന്ന സ്വഭാവമുണ്ടാവണോ? സഹോദരിമാരെ, നമ്മളെ വീടുകളൊക്കെ സുബ്ഹിന്റെ സമയത്ത് ഉണർന്നിരിക്കുന്ന വീടാവണേ. നിസ്കരിക്കാത്ത താരിഖുസ്വലാത്തുകൾ നമ്മുടെ സദസ്സുകളിൽ, കല്യാണ വീടുകളിൽ നിറയുന്നു. സിയാറത്തിന് പോകാണ് ചില ആളുകൾ. സുബ്ഹാനല്ലാഹ്, എവിടേക്ക് സിയാറത്തിന് പോകുന്നത്? അജ്മീർ ഖാജാ തങ്ങളെ സമീപത്തേക്കാണ്. ഖാജാ തങ്ങളെ ആണ്ടിന്റെ നിമിഷമാണ്. അല്ലാഹുവേ, അവിടുത്തെ മദദ് ഞങ്ങളെ മജ്ലിസിൽ നൽകണേ അല്ലാഹ്. സിയാറത്തിന് പോകുന്ന ആള് അജ്മീറിലെത്തിയാൽ ആ ദർഗയുടെ ഇടതുഭാഗത്തെ ചുവരിൽ എഴുതി വെച്ചിട്ടുണ്ട്, മാത്ത ഹബീബുല്ലാഹ് മാത്ത ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവിനെ കണ്ട് കേട്ട് അനുഭവിച്ച് ആസ്വദിച്ച് മാരിഫത്തിന്റെ അങ്ങേ തലയിലെത്തിയ മഹാനവറുകളെ സമീപത്ത് പോകുമ്പോ ട്രെയിനിൽ വെച്ചിട്ട് ഒറ്റ വഖത്ത് പോലും നിസ്കരിക്കാതെ സിയാറത്തിന് പോയാൽ ഖാജാ തങ്ങള് നിങ്ങളെ സ്വീകരിക്കൂല. എന്റെ ഉമ്മമാരോട് ഉപ്പമാരോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ മക്കള് ഗൾഫിലേക്ക് പോകും
പോകുമ്പോ എന്തൊരു സ്നേഹമാണ് മകനോടും ഉമ്മാക്കും ബാപ്പാക്കും. ഗൾഫിൽ പോകുമ്പോ എയർപോർട്ടിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ ആവശ്യമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാണ്. എന്നിട്ട് മകനെ ഭക്ഷണം കഴിക്കണം, എത്ര കൊടുത്താലും മതിയാകുന്നില്ല. എന്നിട്ട് ആ മകനതാ എയർപോർട്ടിൽ നിന്ന്, മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് 7:30 മണിക്കുള്ള രാവിലത്തെ ഫ്ലൈറ്റിലാണ് കയറുന്നത്. 5 മണി 4:30 മണിയാകും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സുബ്ഹിന്റെ സമയമായിട്ട് എയർപോർട്ടിൽ ഒറ്റ കുട്ടിയും നിസ്കരിക്കാൻ താല്പര്യമില്ല. എന്തുപറ്റി സുഹൃത്തുക്കളെ? ഫ്ലൈറ്റിലും നിസ്കരിക്കണോ, ട്രെയിനിലും നിസ്കരിക്കണം, കപ്പലിലും നിസ്കരിക്കണം. ഒരു സ്ഥലത്തും നിസ്കാരം ഒഴിഞ്ഞു പോകുന്ന വകുപ്പില്ല. മാദാമ അഖ്ലുഹു സാബിതാ, ബുദ്ധിയുള്ള ഏത് കാലാവസ്ഥയിലും ഏത് ശൂന്യാകാശത്ത് പോയാലും ചൊവ്വയിൽ പോയാലും ഈ നിസ്കാരത്തിന്റെ സമയം നിർണയിച്ചുകൊണ്ട്, വഖ്തുകൾ നിർണയിച്ചുകൊണ്ട് നിസ്കരിക്കണമെന്നത് വെറുതെ അങ്ങ് പറഞ്ഞതല്ല. നമ്മുടെ ഖൽബ് അല്ലാഹുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഒരു ദിവസം വഅള് കഴിഞ്ഞ് പോകുമ്പോ കുറെ കോളേജ് വിദ്യാർത്ഥികൾ ട്രെയിനിൽ രാത്രി 12 മണി ഒരു കാസർഗോഡ് നിന്ന് പോകുമ്പോഴാണ് ഭയങ്കര ശബ്ദം വെച്ചു പോകുന്നു. മുസ്ലിം ചെറുപ്പക്കാരികളും. ഞാൻ വെറുതെ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോയത്? ഞങ്ങൾ ഡൽഹിയിലേക്ക് കോളേജിൽ നിന്ന് ടൂർ പോയതാ. എത്ര ദിവസമായി? 12 ദിവസമായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ നിസ്കാരമൊക്കെ ജമ്മാക്കി നിസ്കരിച്ചതാവൂലേ? അതെ, ഞങ്ങൾ ഇതുവരെ ഒറ്റ വഖ്ത് നിസ്കരിച്ചിട്ടില്ല. ഒറ്റ വഖ്ത് നിസ്കരിച്ചിട്ടില്ല. വെള്ളിയാഴ്ച ദിവസം ആ യാത്രയിൽ കടന്നു പോയിട്ടുണ്ട്. ഖൽബിൽ ഒരു പേടിയില്ല, പടച്ചോനെ വെള്ളിയാഴ്ച ജുമാന്റെ സമയമാണ്, ഞാൻ ളുഹറെങ്കിലും നിസ്കരിക്കട്ടെ. യാത്രയിൽ ജുമ നിസ്കരിക്കാൻ കഴിയൂലല്ലോ, അതുകൊണ്ട് പടച്ചോനെ ഒരു വഖ്ത് പോലും ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. എന്തൊരു സങ്കടാണ്! കല്യാണത്തിന്റെ ദിവസം കല്യാണ വീടുകളിൽ കല്യാണത്തിന് നിശ്ചയം നടത്തുന്നത് നല്ല ദിവസം നോക്കിയിട്ടാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ നിശ്ചയം നടത്തുന്നത് ഇവിടെ നിശ്ചയം വലിയ പരിപാടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര കാരണന്മാരൊക്കെ വന്നിരുന്നിട്ട്, ഉസ്താദെ ഫെബ്രുവരി 13 നമ്മളെ കണ്ടത്, അന്ന് നെഹ്സ് ഉണ്ടോ നോക്കും. അന്ന് നെഹ്സ് ഇല്ല, അൽ ഫാത്തിഹ അന്ന് ഉറപ്പിച്ചു. എന്നിട്ട് ഭയങ്കര നിശ്ചയത്തിന് തന്നെ ഒരു 15,000 രൂപ ചെലവാകും. എന്തിന്? ഈ ഡേറ്റ് നിശ്ചയിക്കാനാ, നെഹ്സ് ഇല്ലാത്ത ദിവസം നോക്കാൻ. എന്നിട്ട് എല്ലാവരും നല്ല കോഴി ബിരിയാണി ഒക്കെ അടിച്ചു തീർന്ന് ഫെബ്രുവരി 13 വന്നു. സുബിഹിക്ക് പുതിയണ്ണിന്റെ വീട്ടിൽ പോയേക്കും പുതിയണ്ണ് നിസ്കരിച്ചിട്ടില്ല. സുബി എന്തേ കാരണം? അത് മേക്കപ്പ് ചെയ്ത് നനഞ്ഞു പോകും, അതുകൊണ്ട് സുബിയില്ല. ളുഹർ തീരെയില്ല, കാരണം മേക്കപ്പ് ഇട്ട് ഡ്രസ് അയച്ചാ പിന്നെ മൊത്തം ഡിസൈൻ തെറ്റിപ്പോവും, അതുകൊണ്ട് ളുഹറുമില്ല. അസറോ പുതുക്കം പോകുന്ന സമയ, അതുകൊണ്ട് അസറുല്ല. മഗ്രിബോ പുതുക്കം അവിടെ എത്തിയിട്ട് എല്ലാരും കാണുന്ന സമയ. ഇശാഉല്ല ആദ്യത്തെ ദിവസം തന്നെ മൊത്തം നെഹ്സ. ഈ പുതിയണ്ണന്റെ നെഹ്സ. പുതിയാപ്പിള പറയുമ്പോണ്ടോ ഓനും ഫുള്ള് മേക്കപ്പ് 4000 കൊടുത്തിട്ട് ഓന് വാഷ് ചെയ്തത് മുഖം, അതുകൊണ്ട് അതിമേൽ എന്തെങ്കിലും പറ്റുന്നത് ഓന് നിസ്കാരം ഒഴിവാക്കിയതാ. ഇത് കഴിഞ്ഞല്ലോ വരെ ഇക്കൊല്ലം പുതിയ വിധത്ത് എന്താന്ന് വെച്ചാൽ, പുതിയണ്ണിന്റെ കൂടെ പുതിയണ്ണിന്റെ ഉമ്മയും ജ്യേഷ്ഠത്തിമാരും അനിയത്തിമാരും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. പുതിയണ്ണിന്റെ ജ്യേഷ്ഠത്തി അനിയത്തി നിസ്കാരം ഒഴിവാക്ക. യാതൊരു ബേജാറുമില്ലാതെ നിസ്കാരം ഖളാ ആക്കിയുള്ള കല്യാണങ്ങൾ വർദ്ധിക്കുന്നത് നമ്മുടെ നാട്ടിൽ വിവാഹമോചനങ്ങൾ വർദ്ധിക്കാനുള്ള കാരണമാണ്. നമ്മുടെ നാട്ടിൽ തമ്മാടികളായ കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള കാരണമാണ്. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത്, ആ സ്ഥലം ബറക്കത്തില്ലാത്ത സ്ഥലമായി മാറുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടില്ലേ? നിസ്കരിക്കാത്ത മനുഷ്യന് ഭക്ഷണം കൊടുക്കേണ്ട പാത്രോ വീട്ടിൽ വരുന്ന മറ്റു ജീവികൾക്ക് പുറത്ത് ഭക്ഷണം വിളമ്പുന്നത് പോലെ നിസ്കരിക്കാത്ത മുസ്ലിമിന് ഹുർമത്തില്ല.
നിസ്കരിക്കാത്ത മുഅ്മിനിന് ഹുർമത്തില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ സുബ്ഹ് കഴിഞ്ഞിട്ട് ളുഹ്റിനെ കുറിച്ച് ചിന്ത വേണോ, ളുഹ്റ് കഴിഞ്ഞിട്ട് അസ്റിനെ കുറിച്ച് മനസ്സിൽ ബോധമുണ്ടാവണോ, അസ്ർ കഴിഞ്ഞാലും മഗ്രിബിന്റെ ബാങ്കിന്റെ സമയം ബോധമുണ്ടാവണം. ഇശാഉം നിസ്കരിച്ചിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ആ കിടക്കുന്ന സമയത്ത് പഠിച്ചവനെ നാളത്തെ സുബ്ഹ് നിസ്കാരത്തിന് എഴുന്നേറ്റ് എനിക്ക് ജമാഅത്തിന് പള്ളിയിലെത്തണമെന്നുള്ള ബോധം കൽബിലുണ്ടാക്കിയിട്ട് കിടക്കൂ. ആ നിസ്കാരത്തിലുള്ള വലിയ ദുആകൾ, ഒന്ന് നമ്മുടെ സ്വന്തം ഈമാനിന് വേണ്ടിയുള്ള, നമ്മുടെ ആഖിറത്തിന് വേണ്ടിയുള്ള, നമ്മളെ ഖബറിലേക്കുള്ള ദുആണ്. രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സലാമാണ്. മൂന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനോടുള്ള വലിയ ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ദുആണ്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യൻ പരിശുദ്ധമായ കഅബയിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നത് മക്കയിലുള്ള സമ്പന്നരായ കാഫിരീങ്ങളായ മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. ആ സംസാരിച്ച മനുഷ്യനോട് ചോദിച്ചു, നീ ആരോടാണ് ഇപ്പോൾ സംസാരിച്ചത് എന്നറിയോ? നീ മുഹമ്മദിനോടാണോ സംസാരിച്ചത്? ആ മുഹമ്മദ് ഒരു തറവാടില്ലാതെ ആൺകുട്ടികളൊക്കെ മരിച്ചുപോയ ഒരു മനുഷ്യനല്ലേ, നീ എന്തിനാണ് സംസാരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളൊക്കെ ചെറിയ പ്രായത്തിലെ അല്ലാഹു തിരിച്ചു വിളിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ നബി തങ്ങളുടെ തറവാടിനെ തൊട്ട് കളിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കീകൾ അല്ലാഹുവിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചപ്പോ മുഅ്മിനീങ്ങളോട് അല്ലാഹു പറഞ്ഞത് എന്താണെന്നറിയോ? ലാ തസുബ്ബുല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ വിഗ്രഹാരാധന നടത്തുന്ന ആളുകളുടെ വിഗ്രഹങ്ങളെ നിങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കരുത്. മറ്റു മതക്കാരന്റെ വിഗ്രഹങ്ങളെയോ അവരുടെ ആരാധനാ സ്വഭാവങ്ങളെയോ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെയോ ഒരു മുസ്ലിമും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. അതേസമയം സുന്നത്ത് ജമാഅത്ത് പറയണോ, അല്ലാഹുവിന്റെ ദീന് പറയണോ, അല്ലാഹുവിനെ ആരാധിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് പറയണോ, അതൊന്നും പറയാതിരിക്കേണ്ടതില്ല. അതൊക്കെ തുറന്ന് തന്നെ വ്യക്തമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണോ. അതേസമയം മറ്റു മതക്കാരന്റെ ഒരാളുടെയും ഒരു അടയാളങ്ങളെയും ആക്ഷേപിക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ. അതേസമയം നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമ്പര അവസാനിച്ചെന്ന് പറഞ്ഞവരോട് അല്ലാഹുവിന്റെ ശൈലി കണ്ടോ? ഇന്നാ അഅ്തൈനാകൽ കൗസർ. ഓ നബിയേ, നമ്മൾ തങ്ങൾക്ക് വേണ്ട എല്ലാ ഖൈറിന്റെ കവാടങ്ങളും ഹൗലുൽ കൗസർ അടക്കം തങ്ങളെ പരമ്പരയടക്കോ തങ്ങളെ ഉമ്മത്തിലെ ആലിമീങ്ങളടക്കം എല്ലാ ഖൈറും തങ്ങൾക്ക് തന്നിരിക്കുന്നു നബിയേ. അല്ലാഹു
അല്ലാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവരോട് ഖുർആനിന്റെ പ്രതികരണം ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നബിയെ തങ്ങളെ പരമ്പരയില്ലെന്ന് പറഞ്ഞ ശത്രുക്കളുണ്ടല്ലോ, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, അവരെ ചരിത്രം പോലും ഇവിടെ ലോകത്തുണ്ടാവാത്ത രൂപത്തിൽ അവർ കുറ്റിയറ്റുപോകുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, 1400 കൊല്ലം കഴിഞ്ഞിട്ടും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര അഹ്ലു ബൈത്ത്, ആ സാദാത്തുക്കൾ ഇന്ന് ലോകത്തെ എല്ലാ സ്ഥലത്തും വ്യാപകമാണ്. ആ അഹ്ലു ബൈത്ത് ഓരോ നാട്ടിലും അല്ലാഹു അഹ്ലു ബൈത്തിനെ എന്തിനാണ് തരുന്നത്? അതിന്റെ ഒരു കാരണം നമ്മളോടുള്ള റഹ്മത്താണ്, നമ്മൾക്കുള്ള വലിയ കാരുണ്യമാണ്. ജലാൽ തങ്ങളുപ്പാപ്പ ഇവിടെ താമസമാക്കിയത് ഈ പരിസരത്തുള്ള മുഅ്മിനീകൾക്കുള്ള വലിയ റഹ്മത്താണ്. മഞ്ചേശ്വരം ടൗണിൽ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളുപ്പാപ്പ കടലുണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് താമസിച്ചത്, ഇവിടെ തന്നെ ഖബറടക്കപ്പെടുന്നത് ഈ നാട്ടുകാർക്കുള്ള റഹ്മത്താണ്. എന്റെ നാട്ടുകാരനായ, എന്റെ നാട്ടിൽ ഖാദിയായിട്ട് ജീവിതം നയിച്ച മഹാനായ താഹിർ തങ്ങളുപ്പാപ്പ മുഹിമ്മാത്തിന്റെ സ്ഥാപകൻ എന്റെ നാട്ടിൽ നിന്ന് എന്തിനാണ് കാസർഗോഡേക്ക് വന്നത്? ഈ പ്രദേശത്തുള്ള മുഅ്മിനീകൾക്ക് വലിയ വെളിച്ചമാണ്. ഫറൂഖിലെ കരുവന്തിരുത്തിയിൽ നിന്ന് മഹാനായ താജുൽ ഉലമ ഉള്ളാളത്ത് വന്ന് സേവനം ചെയ്തത് കർണാടകയിലുള്ള മുഅ്മിനീകൾക്ക്, മനുഷ്യർക്ക് വലിയ കാരുണ്യമാണ്. ഇതുപോലെ യമനിൽ നിന്ന് മമ്പറം തങ്ങളുപ്പാപ്പ മലപ്പുറത്ത് വന്നത് ആ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യർക്കും അഭയമാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അഹ്ലു ബൈത്തിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത്, അഹ്ലു ബൈത്തിനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിന്യസിപ്പിച്ചിരിക്കുന്നത്, അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ. മാഷാ അല്ലാഹ്, നമ്മുടെ കർണാടക വഖഫ് ബോർഡ് അംഗവും ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ, അദൂർ തങ്ങൾ ഉപ്പാപ്പ നമ്മുടെ മജ്ലിസിലേക്ക് വരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി. ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ട് മഞ്ഞമ്പാറ തങ്ങൾ പാപ്പയുടെ അടുത്തു, അതുപോലെ അവിടെ നമ്മുടെ മുടിപ്പില് തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ സദസ്സിൽ വയതരാൻ അവസരം തന്ന തങ്ങൾ പാപ്പ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. കർണാടകയിലൊക്കെയുള്ള നമ്മളെ ഈ കാസർഗോഡ് ഭാഗത്ത് വലിയ ഒരു പ്രതീക്ഷയാണ് തങ്ങൾ പാപ്പ സദസ്സിൽ ഉണ്ടാവുന്നതും. അതിന്റെ മുന്നിൽ നിന്നിട്ട് എല്ലാത്തിനും നേതൃത്വം കൊടുക്കുക, രണ്ട് വർത്താനം പറയാൻ കഴിയുന്ന ഒരു നല്ല ഹിമ്മത്തുള്ള തങ്ങളായി അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന് നല്ല ഇസ്സത്തോടെ നേതൃത്വം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അഹ്ലു ബൈത്ത് ഓരോ പ്രദേശത്തും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഉറൂസ് പൈതൽ ജാറം, എന്റെ നാടിന് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സിയാറത്തിന് പോയി. കടലുണ്ടി എന്ന് പറയുന്നത് തന്നെ അഹ്ലു ബൈത്തിനെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സ്ഥലം. യമനുല്ലൈലി സാദാത്തുക്കള് കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് സഞ്ചരിച്ച സ്ഥലം. യമനുല്ലി സാദാത്തുക്കൾപ്പെട്ട അവിടെ കിടക്കുന്ന വലിയ തങ്ങളുപ്പാപ്പ, ആ തങ്ങളുപ്പാപ്പന്റെ അടുത്ത് വന്നിട്ട് മത്സ്യം പിടിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാര്, അവര് വലിയ മീന് കടലിൽ നിന്ന് നല്ല മീന് കിട്ടിയ സന്തോഷത്തില് ബോട്ടിൽ ഇങ്ങനെ വരുമ്പോ വലിയ പരുന്ത് വന്നിട്ട് മീന് റാഞ്ചി എടുത്തുകൊണ്ടുപോയി. വലിയ പ്രതീക്ഷയോടെയായിരുന്നു അവര് വന്നിരുന്നത്. നേരെ വന്നിട്ട് തങ്ങളുപ്പാപ്പനോട് പറഞ്ഞു, തങ്ങളുപ്പാപ്പ ഞങ്ങളെ മത്സ്യം ഇതാ പരുന്ത് കൊണ്ടുപോയിട്ടുണ്ട്.
തങ്ങളിപ്പ പുറത്തിറങ്ങിയിട്ട് പരുന്തിനെ നോക്കിയിട്ട് ഇങ്ങനെ മാടി വിളിച്ചു. ആ പരുന്ത് അച്ചടക്കത്തോടെ മത്സ്യമുക്കുവന്മാരായ സാധുക്കളെ മുന്നിൽ വെച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പരമ്പരയിൽപ്പെട്ട അഹ്ലുബൈത്ത്, ആ അഹ്ലുബൈത്ത് ദാകിരീങ്ങളും ആബിദീങ്ങളും കൂടി ആകുമ്പോ അവരുടെ നാവിനും അവരുടെ കണ്ണിനും അവരുടെ കൈകൾക്കും അവരുടെ ശരീരത്തിനും അവരുടെ സാന്നിധ്യം പോലും വലിയ ബറക്കത്തുണ്ടാകും. സാധാരണ ഒരു സയ്യിദായ തന്നെ ബറക്കത്താ, ആലിമൊന്നും ആവേണ്ടതില്ല. ചില ആൾക്കാർ അങ്ങനെ മനസ്സിലാക്കി, എന്ത് തങ്ങൾമാര് ആലിമീങ്ങളായ തങ്ങളെ ബഹുമാനിക്കില്ലെങ്കിൽ ആ തങ്ങളെ മാറിക്ക് തങ്ങളെ തങ്ങന്മാര് ആലിമീങ്ങളാണെങ്കിൽ തങ്ങളിപ്പാപ്പ ഉസ്താദ് എന്നൊക്കെ വിളിക്കോ, അല്ലെങ്കിൽ തങ്ങളെ ബഹുമാനിക്കുക. അത് വലിയ അപകടമാണ്. തങ്ങളെ ബഹുമാനിക്കേണ്ടത് ഇൽമ്, അത് വേറെ ചർച്ചയാണ്. അതേസമയം അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നുത്ഫത്തിന്റെ ബന്ധം, അതിന് ഒരു ഇൽമിന്റെയും ആവശ്യമില്ല. ആ ഒറ്റ ബന്ധം മതി. ആ ബന്ധത്തോട് ചേർന്ന് നിന്നവർക്ക് പോലും വലിയ ബഹുമാനങ്ങൾ. ആലോചിച്ചു ഉസാമ റളിയല്ലാഹു അൻഹു ഒരു കറുത്ത ഒരു വലിയ കാണാനൊന്നും ചൊറുക്കില്ലാത്ത ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കും. ആരാ ഉസാമ റളിയല്ലാഹു അൻഹു? മഹദിയായ ബീബി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു ഉമ്മു ഐമൻ ബീവി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഉമ്മു ഐമൻ ബീവിയെ പോലെ ഭാഗ്യം ലഭിച്ച ഒരു ബീവി വേറില്ല. പല ബീവിമാർക്ക് വലിയ ഭാഗ്യമുണ്ട്, പക്ഷേ ഉമ്മു ഐമൻ ബീവിയുടെ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെയും ബാപ്പയുടെയും കല്യാണത്തിന് പങ്കെടുത്തു. ആ ഭാഗ്യം ലഭിച്ച വേറെ ആരുമില്ല. ആ ഉമ്മ ബാപ്പമാരുടെ ജീവിതത്തിന്റെ കൂടെ നിന്നു. ബാപ്പ മരിക്കുന്ന സമയത്ത് ആ ഉമ്മക്ക് തണലായിട്ട് നിന്നു കൊടുത്തു. ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിനെ എടുത്ത ഉമ്മയാണ് ബീബി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. ആ കുഞ്ഞിന്റെ കൂടെ ഉമ്മ മരിക്കുമ്പോഴും കൂടെ നിന്നവരാണ് ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹാ. ഉമ്മ മരിച്ചതിന്റെ ശേഷം കുഞ്ഞുമോനെ പൊന്നുപോലെ നോക്കിയ മഹദിയാണ് ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹാ. കഴിഞ്ഞില്ല മുത്തുനബി തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുമ്പോ ആ കല്യാണത്തിന് ഉമ്മയെ പോലെ നേതൃത്വം കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച മഹദിയാണ് ഉമ്മു ഐമൻ ബീബി റളിയല്ലാഹു അൻഹാ. കഴിഞ്ഞിട്ടില്ല അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുമ്പോഴും അവിടെ സാന്നിധ്യമുള്ള മഹദിയാണ് ഉമ്മു ഐമൻ ബീവി. വഫാത്തിന്റെ ശേഷം സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖിന്റെ ഉപദേഷ്ടാവായിരുന്നു ഉമ്മു ഐമൻ ബീവി. ആ ഉമ്മു ഐമൻ ബീവിയുടെ മകനാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. ആ ഉസാമ മുത്തുനബി തങ്ങളെ പോറ്റു മകനായ സയ്യിദിന്റെ മകനാണ്. ആ ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഇരുന്ന സ്ഥലത്തിരുന്നപ്പോ ആരോ പിടിച്ചിട്ട് മാറ്റിയിരുത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഉസാമയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവൻ എന്നെ വേദനിപ്പിച്ചവനാണ്. ഉസാമയെ വേദനിപ്പിക്കുന്നത് പോലും നബിതങ്ങളെ അഹ്ലുബൈത്തിൽ നേരെ ബന്ധമില്ലെങ്കിലും അഹ്ലുബൈത്തിനെ പോലെ വളർത്തുമകനായ സയ്യിദിന്റെ മകനായ ഉസാമയോട് ചെറിയ വിയോജിപ്പ് കാണിച്ചവരോട് അല്ലാഹുവിന്റെ റസൂല് വല്ലാതെ ദേഷ്യം പിടിച്ചു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ഈ അഹ്ലുബൈത്തിൽപ്പെട്ട പൈതൽ ചാറത്തിൽ കടക്കുന്ന അഹ്ലുബൈത്തിലെ മക്കളുടെ ആണ്ട് നടക്കുമ്പോ അത് വലിയ ഭാഗ്യമാണ്. അഹ്ലുബൈത്തിനോട് നിങ്ങൾക്ക് മഹബ്ബത്ത് വെക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സയ്യിദിനെ കൊണ്ട് നമ്മൾക്ക് തന്നതാണ്. ജബലുൽ ലൈലി സാദാത്തുക്കളോട് കണക്ട് ചെയ്യാനുള്ള അവസരം തന്നതാണ്.
ഇങ്ങനെ അവസരം ലഭിക്കുന്നവരാണ് മുവഫഖീങ്ങൾ എന്ന് പറയുന്നത്. ഇതൊന്നും ഉണ്ടായിട്ടും ഇതിലേക്ക് വന്നു നോക്കാനോ ഇതിന്റെ ഭാഗമാവാനോ മനസ്സ് കാണിക്കാത്തവര് മഹ്റൂമീ, എല്ലാ നന്മയുടെയും കവാടങ്ങൾ കൊട്ടിയടക്കപ്പെട്ടു പോയവരാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിനെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വിന്യസിപ്പിച്ച് വലിയ റഹ്മത്ത് അല്ലാഹു നമുക്ക് ചെയ്തു തന്നു. ഇന്നാ അഅതൈനാകൽ കൗസർ എന്ന വലിയ ഹൗലുൽ കൗസർ അടക്കം റസൂലുള്ളാഹിന്റെ ഉമ്മത്തടക്കമുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നിട്ട് അതിന് പകരം അല്ലാഹു സുബ്ഹാനഹു തആല രണ്ടു കാര്യങ്ങളാണ് ഈ മനുഷ്യരോട് പറഞ്ഞത്. ഫസ്വല്ലി ലിറബ്ബിക. നോക്കൂ നിങ്ങള്, അവിടെയും ഈ അഹ്ലു ബൈത്തിനെ നമ്മൾക്ക് തന്നതിന് പകരമായിട്ട് അല്ലാഹു നമ്മളോട് പറയുന്നത് നിങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്തുകൊണ്ട് നന്ദി പ്രകടനം നടത്തണേ, നിസ്കാരം നിലനിർത്തണേ. വൻഹർ, നിങ്ങൾ നല്ല സ്വതക്ക ചെയ്യണം, മാംസം വിതരണം ചെയ്യണോ. അതുകൊണ്ടാണ് ഔറൂസുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് വലിയ മഹത്വമായിട്ട് നമ്മുടെ പൂർവീകര് കണ്ടത്. അവര് ഭക്ഷണ വിതരണത്തിൽ മാംസം കൊടുക്കുന്നു. എന്തേ? പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾ ഭക്ഷണ വിതരണം, നിങ്ങൾ മാംസ വിതരണം നടത്തണേ. ഈ അഹ്ലു ബൈത്ത് നമ്മൾക്ക് അല്ലാഹു തആല കനിഞ്ഞേകിയ നമ്മുടെ ഈമാനിന്റെ സംരക്ഷണത്തിനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഏത് വലിയ രാഷ്ട്രീയക്കാരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും എന്തേ സാദാത്തുക്കളോട് അവരെ കൽബിലൊരു ബഹുമാനം വരുന്നു. അവര് പറയുന്ന വാക്കനുസരിക്കുന്നത് അത് അവരുടെ തടി കൊണ്ടോ അവരുടെ അഭ്യാസം കൊണ്ടോ അവരെ കൈകളിൽ ഗുണ്ടകൾ ഉണ്ടായിട്ടല്ലല്ലോ, മറിച്ച് അവരെ കുറിച്ച് ആ രാഷ്ട്രീയക്കാരെ കൽബില് അല്ലാഹു കൊടുത്ത വലിയ തഅളീമാണ്. ആ രൂപത്തിൽ നമ്മൾ അഹ്ലു ബൈത്തിന്റെ ആളുകളാവണോ, അവരെ സ്നേഹിക്കണോ, അവരുമായിട്ട് ചേർന്ന് നിൽക്കണോ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വാസമുണ്ടോ, ഫൽയഖുൽ ഖൈറാ, അവര് നല്ലതു മാത്രം പറഞ്ഞ് ശീലിക്കണം. നമ്മുടെ നാവെന്ന് പറയുന്നത് ആ നാവ് എന്തെങ്കിലും പറയാനുള്ളതല്ല. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതിനെ കുറിച്ച് നല്ലോണം ആലോചിക്കണം. നമ്മുടെ വാക്ക് കൊണ്ട് മുഅ്മിനീങ്ങളുടെ, മനുഷ്യന്മാരുടെ, മൃഗങ്ങൾക്ക്, ഒരു ജീവജാലങ്ങൾക്കും വിഷമങ്ങൾ ഉണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഇദ്ഖാലുൽ ഫറഹി ഫീ ഖൽബിൽ മുഅ്മിനി സ്വദഖ, മുഅ്മിനീങ്ങളുടെ കൽബിൽ സന്തോഷം പ്രവേശിപ്പിക്കുന്നത് അതുപോലും സ്വദഖയാണ്. ഒരാളോട് അസ്സലാമു അലൈക്കും സലാം പറയുന്നത് നബി തങ്ങൾ പഠിപ്പിച്ചു, അഫ്ശുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണേ, എങ്കിലും നിങ്ങൾക്കിടയിൽ സ്നേഹം നിലനിൽക്കുന്നതാണ്. നല്ല മജ്‌ലിസ്, ഒരുപാട് സാദാത്തുക്കളുള്ള മജ്‌ലിസിലേക്ക് നിങ്ങൾ നൽകുന്ന ഹദിയ വാങ്ങാൻ വേണ്ടി ബക്കറ്റുകൾ കൊടുത്തേക്കുന്ന സഹോദരിമാരൊക്കെ നല്ല ഹദിയ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ ഉപ്പാപ്പമാർ, ഉമ്മാമമാരെ പ്രത്യേകം ലക്ഷ്യം വെച്ച് അവരെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് എത്തണമെന്ന ലക്ഷ്യത്തോടെ എല്ലാ ആളുകളും നല്ല ഹദിയ നൽകണം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ സമ്പത്തിലും നമ്മൾ സ്വതക്ക നൽകുന്നതിലും ബാക്കി വെക്കുന്നതിലും അല്ലാഹു വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ.
അതുകൊണ്ട് നമ്മുടെ നാവ്, ആ നാവ് കൊണ്ട് ആളുകളുടെ കൽബിൽ സന്തോഷമുണ്ടാകും. അതിനുള്ള സന്തോഷമുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വാചകമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന വാചകം വലിയ മഹത്വമുള്ള വാചകം. ഇന്ന് നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ സലാം പറയുന്നിടത്ത് ഇന്ന് നമ്മള് വലിയ പിശുക്കന്മാരാണ്. ആരെങ്കിലൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ അലൈഹിസ്സലാം, ആ വഅലൈക്കും അസ്സലാം എന്നുള്ള പദം പോലും ഫുള്ളായിട്ട് പറയാനുള്ള സമയം നമ്മൾക്കില്ല. സലാം പറയുന്നത് വലിയ അമല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക, നിങ്ങൾക്കിടയിൽ മഹബ്ബത്ത് വർദ്ധിക്കാൻ കാരണമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. വീട്ടിൽ നിന്ന് രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന ആളുകൾ സ്വന്തം ഭാര്യ മക്കളോട് ഞാൻ ജോലിക്ക് പോയിട്ട് വരാം ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം പറഞ്ഞിട്ട് ഇറങ്ങണം. അപ്പം ഭാര്യ മക്കൾ എന്താ പറയേണ്ടത്? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമ്മുടെ വീട്ടിൽ നടപ്പിലാക്കിയാൽ നല്ലൊരു കൾച്ചർ നമ്മുടെ വീട്ടിലുണ്ടാകും. ഇദ്ഖാലുൽ ഫറഹി ഫീ ഖൽബിൽ മുഅ്മിൻ. ജോലിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭാര്യയും മക്കൾ, അല്ലെങ്കിൽ മക്കൾ മദ്രസയിലേക്ക് പോകുമ്പോ മക്കൾ, ഉമ്മ ഞാൻ മദ്രസയിൽ പോയി വരാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ആ അക്ഷരങ്ങൾ വെളിവാക്കിയിട്ട് നല്ല സ്ഫുടമായിട്ട് സലാം പറഞ്ഞു പരിശീലിക്കണം. അപ്പൊ ഉമ്മമാരോ വഅലൈക്കും സലാം എന്നല്ല പറയേണ്ടത്, വഅലൈക്കുമുസ്സലാം. ആരാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്? ഉമ്മയാണ്. വീട്ടിൽ നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്ന മകള്, ഉമ്മാക്ക് ഇങ്ങോട്ട് ദുആ ആണ്, അസ്സലാമു അലൈക്കും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഭർത്താവിന് ദുആ ചെയ്യുന്നത് ഭാര്യയാണ്, ഭാര്യക്ക് ദുആ ചെയ്യുന്ന ഭർത്താവ്. സുഹൃത്തുക്കളെ, ചെറിയ അമലാണ്, പക്ഷേ ആ അമലിന്റെ വ്യാപ്തി നിങ്ങൾക്കറിയുമോ? വലിയ ഇജാബത്തുള്ള ദുആ ആണ് സലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് സലാം പറയുന്നതിന്റെ സൂക്ഷ്മത പാലിക്കണോ? അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ ഇങ്ങോട്ട് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് വഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ. ഒരൽപ്പം അധികം അങ്ങോട്ട് ചേർത്തു പറയണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെ സലാം പറയുന്നത് ചുരുങ്ങുന്നതിന് പകരോ അക്ഷരം വെളിവാക്കിയിട്ട് സലാം പറയുന്നത് ഒരു വലിയ ഇബാദത്ത് പോലെ കണ്ടുകൊണ്ട് സലാമിനെ നമ്മുടെ നാവ് കൊണ്ടുള്ള ഒരു നല്ല അമലായിട്ട് സ്വീകരിക്കൂ. കുടുംബത്തില് സന്തോഷമുണ്ടാവുന്നത് കാണാം. ഫോൺ ചെയ്യുന്ന സമയത്ത് അങ്ങേ തലക്കലുള്ളവര് നമ്മളെ പരിചയത്തിലുള്ളവരാണെന്ന് ഉറപ്പുവരുത്തിയാൽ അവർക്ക് നല്ല വൃത്തിയിൽ സലാം പറഞ്ഞിട്ട് തുടങ്ങൂ. ഫോണ് വെക്കുമ്പോ എന്നാൽ അങ്ങനെ ആവട്ടെ എന്നല്ല, എന്നാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും സലാമിനെ നിങ്ങൾ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ നല്ല സ്നേഹം വളരുന്നു. മക്കളും ബാപ്പയും തമ്മിൽ വെറുപ്പ് കുറയാൻ സലാം കൊണ്ട് കഴിയും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹമുണ്ടാകാൻ സലാം കൊണ്ട് കഴിയും. അയൽവാസികൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ സലാം വലിയ സ്വാധീനമുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഫൽയഖുൽ ഖൈറാ, ഖൈറായ വാചകങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് ശ്രദ്ധിക്കണോ. റജബ് മാസമാകുമ്പോൾ ഏത് ഖൈറായ വാചകമാണ് കൂടുതൽ പറയേണ്ടത്? ഇമാമികൾ രേഖപ്പെടുത്തുന്നത് കാണാം. റജബ് മാസത്തിൽ ഒരുപാട് ഖൈറായത് ചെയ്യുന്ന ഇമാമികൾ സ്വാലിഹീങ്ങൾ കഴിഞ്ഞുപോയി.
നമ്മളൊക്കെ വളരെ ദുർബലന്മാരായതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ കഴിയണമെന്നില്ല. എന്നാൽ റജബ് മാസത്തിൽ കഴിയുന്ന അമൽ എന്താണെന്നറിയോ? ഹറാമുകൾ ചെയ്യാതിരിക്കുക, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുക. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അളീം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇസ്തിഗ്ഫാറിന്റെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ള ഇസ്തിഗ്ഫാറുകളില്ലേ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പല രൂപത്തിലും പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച ദിക്ർ വിറുദുൽ ലത്തീഫിൽ കാണാം. രാവിലെയും വൈകുന്നേരവും ബാലവി സാദാത്തുക്കൾ പഠിപ്പിച്ച ദിക്റിൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു വഅഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. വലിയ ആഴത്തിലുള്ള ഇസ്തിഗ്ഫാറാണ് അല്ലാഹുമ്മ അൻത റബ്ബി. പടച്ചവനെ, നീ എന്റെ റബ്ബാണെന്നതിൽ തർക്കമില്ല. നീ എന്റെ റബ്ബാണെന്നത് ഞാൻ ഉറച്ചു പ്രഖ്യാപിക്കുന്നു. വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. അല്ലാഹുവിനെ റാസിഖായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. എപ്പോ? നല്ല ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം നല്ല ഭക്ഷണം തന്നവൻ റാസിഖായ അല്ലാഹുവാണ്. അതേസമയം നല്ല പണം കയ്യിൽ കിട്ടിയാൽ അല്ലാഹു നമുക്ക് നല്ല സമ്പത്ത് തന്ന മുഅ്തിയായ അല്ലാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടൂ. റബ്ബായ അല്ലാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ആലോചിക്കണം. നമ്മൾ രാവിലെ തന്നെ മംഗലാപുരത്തേക്ക് പോവാൻ വേണ്ടി വലിയ പദ്ധതികൾ തയ്യാറാക്കി. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വാഹനം എടുത്തു പോകുമ്പോ വാഹനത്തിന്റെ ടയറങ്ങ് പഞ്ചറായി പോയി. അപ്പോഴേക്ക് നമ്മൾ ഇങ്ങനെ ആക്ഷേപ സംസാരം തുടങ്ങും. നമ്മുടെ നാവ് കൊണ്ട് ആക്ഷേപത്തിന്റെ വാക്കുകൾ വന്നാൽ നമ്മൾ അല്ലാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടിട്ടില്ല. ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ ചൊല്ലാറില്ലേ, റളീതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബാകുന്ന എനിക്ക് വേണ്ടതൊക്കെ സമയം പോലെ തരുന്നവൻ. ആ തരുന്നവൻ തീരുമാനിച്ച തീരുമാനം ഇതാണെങ്കിൽ എനിക്കതിലൊരു പൊറുതികേടുമില്ല. അല്ലാഹ് 10 കൊല്ലമായി മക്കളില്ലാതെ എല്ലാ മജ്ലിസിലും ദുആ ചെയ്തു. അവസാനം ഒരു കുട്ടിയുണ്ടായി. ഒരു കുട്ടി ഉണ്ടായിട്ട് 1 വയസ്സ് തികയുമ്പോൾ ആ കുട്ടി അങ്ങ് മരിച്ചു. അല്ലാഹുവിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടുന്നവൻ പറയേണ്ടത് ഇന്നലില്ലാഹി മാ അഅ്താ വലില്ലാഹി മാ അഖദാ. അല്ലാത്തവരിങ്ങനെ എന്തൊരു പടച്ചോനാണ്, എന്നോട് മാത്രം ഇങ്ങനെ ഞാൻ എത്ര ദിക്റിൽ പങ്കെടുക്കുന്ന ആളാ, ഞാൻ തങ്ങൾക്ക് എത്ര സ്വതക്ക കൊടുത്ത ആളാ എന്ന പൊറുതികേട് പറയൂല. ഇന്നലില്ലാഹി മാ അഅ്താ എന്ന് പറയാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? അല്ലാഹുമ്മ അൻത റബ്ബി. ഇത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊന്ന് പറഞ്ഞു നോക്കൂ. ഖൽബിന് എന്തൊരു തുമഇനീനത്താണ്. ലാ ഇലാഹ ഇല്ലാ അൻത, പടച്ചവനെ നീയല്ലാതെ ഒരു ഇലാഹും ഇല്ലല്ലോ. അല്ലാഹുവിന്റെ ഉലൂഹിയത്തിനെ അംഗീകരിക്കലാണ്. ഖലഖതനീ, ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, നീയല്ലേ എന്നെ പടച്ചത്. വഅന അബ്ദുക, ഞാൻ
നിന്റെ ചെറിയ അടിമയല്ലേ അല്ലാ ദുഖൂലി തഹത ഖൗലിക യാ ഇബാദി റബ്ബ് അല്ലാഹു നമ്മളെ വിളിച്ചത് യാ ഇബാദി എന്നാണ്. അതിൽ ഞാനൊന്ന് പെട്ടതെനിക്ക് വലിയ ഇഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അനഅബുദുക വ അന അലാ അഹദിക പടച്ചവനെ ഞാൻ നിന്നോടുള്ള കരാറിലാണ് ജീവിക്കുന്നത്. വഅദിക നീ എന്നോട് കരാറുകൾ നൽകിയിട്ടുണ്ട്. അത് ഞാൻ പരിപൂർണമായിട്ട് എന്റെ കഴിവിന്റെ പരമാവധി മസ്തതഅതു ഞാൻ നിലനിർത്തുന്നു. അഊദു ബിക നിന്നോട് ഞാൻ കാവല് തേടുന്നു. മിൻ ശർരി മാ സനഅതു എന്നിൽ നിന്നുണ്ടാവുന്ന സകല തെമ്മാടിത്തരങ്ങളിൽ നിന്നും ഞാനിതാ കാവല് തേടുന്നു അല്ലാഹ്. രാവിലെ എഴുന്നേറ്റിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നതിന്റെ മുമ്പ് എന്റെ നാവ് കൊണ്ടോ കണ്ണുകൊണ്ടോ കാലുകൊണ്ടോ കൈകൊണ്ടോ ഒരു ശർറും വരുത്തല്ല അല്ലാഹ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ നീ എനിക്ക് തന്ന എത്ര നിഅമത്തുകളാണ് സുബ്ഹാനല്ലാഹ്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊന്ന് വെറുതെ നിന്നാൽ മംഗലാപുരത്തേക്ക് പോകുമ്പോ 3 ഹോസ്പിറ്റലല്ലേ റോഡിന്റെ ഇടതുഭാഗത്തുള്ളത്. 3 ഹോസ്പിറ്റലിലും എത്ര മനുഷ്യന്മാരാണ് വേദന കടിച്ചിറക്കിയിട്ട് കഴിയുന്നത്. ഉസ്താദേ എന്റെ മകന് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് തലച്ചോറിന് ബ്രെയിൻ ട്യൂമർ വന്നിട്ട് അവന്റെ തലങ്ങനെ പൊട്ടിക്കേറുന്നത് പോലെ കരയാണ്. കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല, നോക്കി നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം ചോദിച്ച് എത്ര ദിവസമായി തുടങ്ങിയിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല. അല്ലാഹു നമുക്കൊക്കെ തന്ന എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. രാവിലെ എഴുന്നേറ്റുകൊണ്ട് അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി എനിക്ക് 2 കണ്ണ് തന്നിട്ട് ഖുർആനൊന്ന് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. 2 കാത് തന്നിട്ട് വാങ്ങൊന്ന് കേട്ട് ഇജാബത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. നല്ല നാവ് തന്നിട്ട് നാവ് കൊണ്ടൊരു 10 ദിക്റ് ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എത്ര വലിയ ധിക്കാരിയാണ് എന്ന സങ്കടത്താൽ റബ്ബിലേക്ക് അതാ മടങ്ങുന്നു. അതുകൊണ്ട് എന്റെ ദോഷമൊന്നു പൊറുക്കണേ. ഫഇന്നഹു ലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ലാ അൻത നീ മാത്രമാണ് ദോഷം പൊറുക്കുന്നവൻ. ഇതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. റജബ് മാസത്തിൽ വിർദുൽ ലത്തീഫ് എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കാണാൻ കഴിയും. ഇതൊക്കെ ചെല്ലാൻ കഴിഞ്ഞാൽ നമ്മുടെ നാവ് നല്ല പച്ച പിടിച്ച നാവാകും. മരിക്കുന്ന സമയത്ത് നാവ് കൊണ്ട് നമ്മൾക്ക് തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് മരിക്കണമെങ്കിൽ ജീവിതകാലത്ത് നമ്മുടെ നാവിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ വാചകമാണ് മരിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീകളെ നമ്മുടെ നാവ് ഖൈറിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന നാവാവണം. നമ്മുടെ നാവ് കൊണ്ട് ശർറ് പറയാൻ തുടങ്ങിയാൽ ആ ശർറുകൾ ഇങ്ങനെ കൂടി കൂടി നാവ് കൊണ്ട് ഖൈറിന്റെ സമയത്ത് പറയാനുള്ള ആഫിയത്ത് നാവിനുണ്ടാവില്ല. മടിയനായ നാവായിട്ട് മാറുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോഴേക്ക് നമ്മൾക്ക് മടുപ്പ് വരും. പരിശുദ്ധ റമദാൻ, ആ റമദാനിലേക്ക് നമ്മൾ ഇപ്പോഴേ ഒരുങ്ങാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ, എത്ര നല്ല ദുആണ്. അല്ലാഹുമ്മ ബാരിക് ലനാ, ഞങ്ങൾക്ക് വേണ്ട എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ കൂടുതലും അല്ലാഹുമ്മ ബാരിക് ലഹു. അനസ് റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ ഖാദിമായിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ വന്നതാ. അനസ് തങ്ങളുടെ ഉമ്മ പറഞ്ഞു, നബിയെ എന്റെ വീട്ടിലൊന്ന് വന്നിട്ട് അനസിനൊന്ന് ദുആ കൊടുക്കണം. അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ വലദിഹി,
അല്ലാഹുവേ അനസിന്റെ മുതലിലും മക്കളിലും ബർക്കത്ത് ചെയ്യണേ സുബ്ഹാനല്ലാഹ്. ചരിത്രകാരന്മാര് പറയാ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈത്തപ്പനത്തോട്ടും എല്ലാവരുടെ ഈത്തപ്പനത്തോട്ടും വർഷത്തിൽ ഒരിക്കലാണ് ഈത്തപ്പഴം നൽകുക. അനസിന്റെ ഈത്തപ്പനത്തോട്ടം 2 തവണ ഈത്തപ്പഴം നൽകും. മക്കൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽ അന്ന് തന്നെ 100-ലധികം വരുന്ന ആലിമീകൾ ജീവിച്ചിരുന്നു. ചരിത്രകാരന്മാർ പറയാ നബി തങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ എന്ന് ബാരിക് ലഹു എന്ന് ദുആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ട അഹ്ലുസ് സുഫ മുതഅല്ലിമാണ് മദീന പള്ളിയിലെ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പറഞ്ഞയച്ചു. മദീനത്തെ ഒരു പ്രമുഖനായ സ്വഹാബിയുടെ വീട്ടിലേക്ക്. സ്വഹാബിയുടെ വീട്ടിലേക്ക് പോകുമ്പോ ആ സ്വഹാബി പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങളും ഞാനും ഒരു ബാപ്പയുടെ ഒരു സഹോദരനെ പോലെയാണ്. എന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു, ഇതാ ഈ കാണുന്ന ഈത്തപ്പനത്തോട്ടം മുഴുവനും എന്റേതാ, ഇതിന്റെ പകുതി ഭാഗം നിങ്ങൾ എടുത്തോളൂ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, അല്ലാഹ് എനിക്കിപ്പോൾ വേണ്ട, ഞാൻ മുതഅല്ലിമല്ലേ. വീട്ടിലെത്തിയപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, എനിക്ക് 4 ഭാര്യമാരുണ്ട്. ഈ 4 ഭാര്യമാർ നിങ്ങൾക്ക് ഏതിനെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനെ പറഞ്ഞാൽ ഞാൻ ത്വലാഖ് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, ഇപ്പോൾ വേണ്ട. തിരിച്ചും നബി തങ്ങളെടുത്തെത്തി. സ്വഹാബി പരാതി പറഞ്ഞു, നബിയെ അബ്ദുറഹ്മാൻ ഞാൻ എല്ലാം കൊടുക്കാൻ തയ്യാറാ, പക്ഷെ ഇവര് വാങ്ങുന്നില്ല. അബ്ദുറഹ്മാൻ എന്താ നിങ്ങൾ വാങ്ങാത്തത്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, നബിയെ എനിക്ക് നല്ല കച്ചവടം അറിയാം, ഞാൻ മദീനയിലെ മാർക്കറ്റിൽ കച്ചവടം തുടങ്ങാൻ, നബി തങ്ങളൊന്ന് ദുആ തന്നാ മതി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് മുത്തുനബി ദുആ നിർത്തി, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ അബ്ദുറഹ്മാൻ ഫീമാ അൻഫഖ വഫീമാ അംസക. പടച്ചവനെ അബ്ദുറഹ്മാൻ ചെലവഴിക്കുന്നതിലും സമ്പാദിക്കുന്നതിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ചരിത്രം പറയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മദീനയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനായിട്ട് മാറി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങള് അവിടുന്ന് നബി തങ്ങൾ വഫാത്തായപ്പോ കാര്യമായിട്ടുള്ള പണി എന്താണെന്നറിയോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന പണി വലിയ ബിസിനസ്സുകാരനായി മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് 1000കണക്കിന് ഒട്ടകങ്ങളും 1000കണക്കിന് ആടുകളും അങ്ങനെ വലിയ സമ്പന്നനായിട്ട് മാറി. അവിടത്തെ പോക്കറ്റ് മണി മാത്രം 4 ഭാര്യമാർക്കും ഓരി വെച്ചപ്പോ 8000 ദിർഹം ലഭിച്ചിരുന്നു. എന്തേ? അല്ലാഹുമ്മ ബാരിക് ലഹു. അതുകൊണ്ട് മുഅ്മിനീകളെ റജബ് മാസത്തിലെ ദുആ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലും സമയത്തിലും വീട്ടിലും മക്കളിലും എല്ലാറ്റിലും ബറക്കത്തുണ്ടായാൽ നമ്മളുടെ റമദാൻ ഏറ്റവും നല്ല ബറക്കത്തുള്ള റമദാനാകും. ഏറ്റവും നല്ല ആരാധനകൾ നിർവഹിക്കാൻ കഴിയുന്ന അവസരം ലഭിക്കുന്ന റമദാൻ വരുന്നു. അതിനിപ്പോഴേ വെറുതെ ഒരു മാമൂലായിട്ട് ദുആ തള്ളിക്കളയാതെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന ദുആ മനസ്സറിഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ട് കൽബ് പൊട്ടിയിട്ട് നമ്മുടെ മാതാപിതാക്കളോട് ദുആർപ്പിക്കുക. സാദാത്തുക്കൾ കാണുമ്പോൾ റജബിലും ശഅബാനിലും ബറക്കത്തിന് ദുആർപ്പിക്കുക. അങ്ങനെ റജബും ശഅബാനും ബറക്കത്തായാൽ റമദാൻ ബറക്കത്തായി, റമദാൻ ബറക്കത്തായ കൊല്ലം മുഴുവനും ബറക്കത്തായി. ബറക്കത്തുള്ള നാവ്, ബറക്കത്തുള്ള കണ്ണ്, ബറക്കത്തുള്ള കാത്, ഒക്കെ നല്ല മുവഫഖായ നാവുകളായിട്ട് ജീവിതമായിട്ട് മാറും. അവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
അല്ലാഹുവിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന നല്ല മനുഷ്യന്മാർക്ക് സ്വർഗ്ഗത്തിൽ ഒരുപാട് വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്ര പോകുമ്പോ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെടുമ്പോ അതേ അല്ലാഹുവിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുമ്പോ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, നമ്മുടെ ആത്മാവ് ശാന്തമായ ആത്മാവ്, സങ്കടങ്ങളില്ലാതെ പരാതികളില്ലാതെ എന്റെ റബ്ബെന്നെ ഇഷ്ടപ്പെട്ടതുപോലെ എനിക്കെന്റെ റബ്ബിനെ ഇഷ്ടമാണെന്ന് പറയുന്ന ആത്മാവും ശരീരവുമായിട്ട് ഫദ്ഖുലി ഫീ ഇബാദി, അല്ലാഹുവിന്റെ ഇബാദിലൊന്ന് പ്രവേശിക്കണോ, വദ്ഖുലി ഫീ ജന്നതി, ആ സ്വർഗ്ഗത്തിലൊന്ന് പ്രവേശിക്കണോ. അതിനുള്ള വസീലയാണ് അഹ്ലുബൈത്ത്, അതിനുള്ള വസീലയാണ് നിസ്കാരോ. നിസ്കാരവും അഹ്ലുബൈത്തും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആ അഹ്ലുബൈത്തിനോടുള്ള ഇഷ്ടം വെച്ചുകൊണ്ട് ഒരു വഖ്ത് പോലും ഖളാ ആവാതെ അഹ്ലുബൈത്തിനോടുള്ള ഇഷ്ടം നിലനിർത്തിയിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് അവരോട് ചേർന്ന് നിൽക്കാൻ കഴിയണോ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അഹ്ലുബൈത്തിന്റെ തണലും ബറക്കത്തും സുഹ്ബത്തും നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് വന്നരായ അമീനു ശരിയ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ വളരെ വിദൂരത്തിൽ നമ്മുടെ ഈ മജ്ലിസിന് ആത്മീയമായ നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി വിശ്രമമില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തണലാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. പടച്ചവനെ വലിയ ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. അവരുടെ പ്രിയപ്പെട്ട ഭാര്യ വഫാത്തായി അവരെ ഖബർ നീ സന്തോഷമായി കൊടുക്കണം റഹ്മാനെ. അവരെ കൂടെ നടക്കുന്ന ഖാദിമീകളും മക്കളും എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ വസിയത്ത്